friends, welcome to my channel Study with TJ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് SSLC ബയോളജിയുടെ 5th ചാപ്റ്റർ ആയിട്ടുള്ള സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ പ്രതികരണത്തിന്റെ കാവൽക്കാർ എന്ന ചാപ്റ്ററിന്റെ ഡിസ്കഷനുമായിട്ടാണ്. അതിന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് എല്ലാവരും കാണുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും രണ്ട് രീതിയിലാണ് ഡിഫൻസ് മെക്കാനിസം ഉള്ളത് അല്ലെ. ഒന്നാമതായി ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ് ആണ്. രണ്ടാമതായി ബോഡി ഫ്ലൂയിഡ്സ് ആണ്. ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ് പ്രധാനമായും സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനുമാണ്. എങ്ങനെയാണ് അവയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു. രണ്ടാമതായി ബോഡി സെക്രീഷൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് അവയുടെ ബോഡി പാർട്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തു. പിന്നീട് ബോഡി ഫ്ലൂയിഡ്സിലേക്ക് വന്നു. അവിടെ പ്രധാനമായും വൈറ്റ് ബ്ലഡ് സെല്ലുകളാണ് ഡിഫൻസ് മെക്കാനിസത്തിൽ പങ്കുചേരുന്നതെന്നും വളരെ പ്രധാനമായും പങ്കുചേരുന്നതെന്നും ഒപ്പം തന്നെ 5 തരത്തിലുള്ള WBCകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസിനോഫിൽ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായി എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടിരുന്ന ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്താണെന്നും ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ് എന്താണെന്നും ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന പ്രവർത്തനം എന്താണെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്നോഫിൽ എങ്ങനെയാണ് അതിന്റെ ഡിഫൻസ് ആക്ഷൻ എന്ന് പറഞ്ഞു. അതിനകത്ത് they synthesize chemicals required for inflammatory response. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസുകൾ സിന്തസൈസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് നമുക്ക് അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെക്ക് ചെയ്യാം. നമുക്ക് അവിടെ ഒരു ഇലസ്ട്രേഷൻ കാണാം അല്ലെ. ആ ഇലസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് പല സാഹചര്യങ്ങളിലൂടെയും നമ്മുടെ ബോഡി പാർട്സിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡി കവറിങ്ങിന് തന്നെ പല രീതിയിലും മുറിവ് സംഭവിക്കാം അല്ലെ, വൂൺസ് സംഭവിക്കാറുണ്ട്. അപ്പോ ഈ വൂൺസ് സംഭവിച്ച ഭാഗത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ സ്വെൽ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം അല്ലെ, നീര് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇത് ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് അല്ലെങ്കിൽ ഒരു വീങ്ങൽ പ്രതികരണമാണ്. ഓക്കെ, അപ്പോ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ആണി കയറുകയോ അല്ലെങ്കിൽ മുട്ടു സൂചിയോ അല്ലെ എന്തെങ്കിലും പിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്കിന്നിലേക്കൊക്കെ ഇങ്ങനെ കയറുന്ന സമയത്ത് നമുക്കറിയാം ചോരയൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം, ആ വൂൺ സൈറ്റ് മാത്രം സ്വെൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം, വീങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. ഈ ഒരു റെസ്പോണ്ടിനെയാണ് നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ വീങ്ങൽ പ്രതികരണം എന്ന് പറയുന്നത്. ഇലിസ്ട്രേഷൻ 5.4 നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കുറെ കാര്യങ്ങൾ കാണാൻ കഴിയും അല്ലെ. 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞ് കുറെ എഴുതിയിട്ടുണ്ട്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നമ്മുടെ ബോഡിയിലേക്ക് എന്തെങ്കിലും ഒരു വൂണ്ട് സംഭവിക്കുന്നു, എന്തെങ്കിലും ഒരു മുറിവ് സംഭവിക്കുന്നു. The germs enter through the wounds. ഈ വൂൺസിലൂടെ, ഈ മുറിവിലൂടെ കീടാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറുന്നു. ഈ ചെറിയ മുറിവുകളിലൂടെയും കീടാണുക്കൾ അല്ലെങ്കിൽ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. കെമിക്കൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. The cells that get damaged by a wound or by an infection produce certain chemical substance. നമുക്ക് അടിയിൽ ഒരു കോളത്തിൽ അവിടെ കാണാം അല്ലെ. ഇങ്ങനെ മുറിവ് സംഭവിക്കുമ്പോൾ നമ്മുടെ സെല്ലുകളൊക്കെ ഡാമേജ് ആകാം. അപ്പോൾ ഈ സെല്ലുകൾ ഡാമേജ് ആയി കഴിയുമ്പോൾ by a wound or by an infection they produce certain chemical substances. ചില കെമിക്കൽ സബ്സ്റ്റൻസുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ദ ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ്. ഇതുമൂലം നമ്മുടെ ബ്ലഡ് കാപ്പിലറികൾ ഡയലേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ വികസിക്കുന്നു. ഓക്കെ, എന്തുമൂലം? കെമിക്കൽ സബ്സ്റ്റൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്നത് മൂലം കുറെ ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ് ചെയ്യുന്നു. എന്തിനാണ് ഈ ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ് ചെയ്യുന്നത്? These substances dilate the capillaries thereby increasing the blood flow. ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ രക്തത്തിന്റെ ഒഴുക്ക് കൂടുന്നതിന് വേണ്ടിയാണ് എന്ത് സംഭവിക്കുന്നത്? ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ് ചെയ്യുന്നത്, വികസിക്കുന്നത്. അതിനായിട്ടാണ് അവിടെ കെമിക്കൽ സബ്സ്റ്റൻസുകൾ സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. The white blood cells reach the wound site through the walls of the capillaries. ഈ കാപ്പിലറീസിന്റെ വാൾസിലൂടെ അല്ലെങ്കിൽ ഡയലേറ്റ് ചെയ്ത ഈ ബ്ലഡ് കാപ്പിലറീസിലൂടെ ധാരാളം ബ്ലഡ് ഒഴുകുമ്പോൾ ധാരാളം WBCകളും അതുപോലെ തന്നെ ബ്ലഡ് പ്ലാസ്മയൊക്കെ ഒഴുകുന്നു. നമുക്കറിയാം WBCകളാണ് ഡിഫൻസ് മെക്കാനിസത്തിൽ വളരെയേറെ പങ്ക് വഹിക്കുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത്
WBCകൾ ഇതിലൂടെ ധാരാളം ഒഴുകി കഴിയുമ്പോൾ ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ്സ് ആർ പ്രസന്റ് ഹിയർ. അവിടെ ന്യൂട്രോഫിൽസും മോണോസൈറ്റും ധാരാളമായി പ്രസന്റ് ആവുന്നു. ദേ എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജെംസ്. അവർ ഈ ജെംസിനെ വിഴുങ്ങി നശിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ മോണോസൈറ്റിന്റെയും ന്യൂട്രോഫിലിന്റെയും ഡിഫൻസ് ആക്ഷനിൽ പറഞ്ഞു, അവർ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ദ ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ദ ജെംസ്. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. The cells that get damaged by a wound or by an infection produce certain chemical substances. മുറിവുണ്ടാകുമ്പോൾ പലതരത്തിലുള്ള സെല്ലുകളും ഡാമേജ് ആകാം. അങ്ങനെ ഒരു ടൈമിൽ ധാരാളം കെമിക്കൽ സബ്സ്റ്റൻസുകൾ അവിടെ ഫോം ചെയ്യുന്നു. This substance dilate the capillaries thereby increasing the blood flow. നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒഴുകുന്നു. എങ്ങനെ? ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മളിൽ ബ്ലഡ് ഫ്ലോ വളരെ കൂടുന്നു. ബ്ലഡ് പ്ലാസ്മ ആൻഡ് മോർ WBC റീച്ച് ദ wound site. അങ്ങനെ ഈ മുറിവുണ്ടായ ഭാഗത്തേക്ക് ധാരാളം ബ്ലഡ് പ്ലാസ്മകളും വൈറ്റ് ബ്ലഡ് സെൽസും എത്തുന്നു. This is the reason for the swelling of the wound site. അതുകൊണ്ടാണ് ഈ മുറിവ് സ്വെൽ ചെയ്യാനുള്ള കാരണം, നീര് വെക്കാനുള്ള കാരണം. This defense mechanism is known as inflammatory response. ഈ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണ പ്രവർത്തനത്തെയാണ് നമ്മൾ വീങ്ങൽ പ്രതികരണം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഫാഗോസൈറ്റോസിസ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഗൾഫിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് ദ ജെംസ്. അതായത് വിഴുങ്ങി നശിപ്പിക്കുന്ന ഈ പ്രവർത്തനത്തെ നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിലാണെങ്കിലും നമ്മൾ പറഞ്ഞു ജെംസിനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഫാഗോ എന്ന് പറഞ്ഞാൽ ടു എൻഗൾഫ് എന്നാണ്. ഫാഗോ മീൻസ് ടു എൻഗൾഫ് ആൻഡ് സൈറ്റ് മീൻസ് സെൽ. ഓക്കെ, അതായത് വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളെയാണ് നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഫാഗോസൈറ്റ്സ് ആർ ദ സെൽസ് ദാറ്റ് ആർ എൻഗേജ്ഡ് ഇൻ ദ പ്രോസസ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ്സിൽ എൻഗേജ് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളെയാണ് നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. ആ ഫാഗോ എന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ടു എൻഗൾഫ്, വിഴുങ്ങുക എന്നും, സൈറ്റ് മീൻസ് സെല്ലുകൾ. ഓക്കെ, വിഴുങ്ങി നശിപ്പിക്കുന്ന സെല്ലുകളെ നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കുന്നു. The white blood cells, namely monocytes and neutrophils, are phagocytes. അപ്പോൾ ഫാഗോസൈറ്റ്സ് ആയിട്ട് WBCയിലുള്ളത് മോണോസൈറ്റ്സും അതുപോലെ തന്നെ ന്യൂട്രോഫിലുമാണ്. നമ്മൾ ഡിഫൻസ് ആക്ഷൻസ് പറഞ്ഞപ്പോൾ അതിനകത്ത് കണ്ടിരുന്നു അല്ലെ, ന്യൂട്രോഫിലിന്റെ ഡിഫൻസ് ആക്ഷൻ എന്തായിരുന്നു? ടു എൻഗൾഫ് ബാക്ടീരിയ ആൻഡ് സിന്തസൈസ് കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ബാക്ടീരിയ. ബാക്ടീരിയകളെ എൻഗൾഫ് ചെയ്യുന്നു. മോണോസൈറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജെംസ് അല്ലെ, വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ജെംസിനെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിലാണെങ്കിലും നമ്മൾ കണ്ടിരുന്നു ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയിങ് ദ ജെംസ്. അവസാനം ഡയലേറ്റ് ചെയ്ത കാപ്പിലറിയിലൂടെ WBCകൾ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ന്യൂട്രോഫിലും മോണോസൈറ്റും ഈ പ്രവേശിച്ചിരുന്ന, എൻട്രി ചെയ്തിരുന്ന ജെംസിനെ വിഴുങ്ങി നശിപ്പിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്? എങ്ങനെയാണ് ഈ ജെംസിനെ, ഈ സെല്ലുകൾ, അതായത് ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും ഒക്കെ നശിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കവിടെ ഒരു ഇലസ്ട്രേഷൻ കാണാം. ഇലസ്ട്രേഷൻ 5.5, ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് ഫാഗോസൈറ്റോസിസ്. പാത്തജൻസ് ഇവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയാണോ? അല്ല. ഈ സെല്ലുകൾ പാത്തജൻസിനെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ സെല്ലുകൾ, അതായത് മോണോസൈറ്റ് അല്ലെങ്കിൽ ഫാഗോസൈറ്റുകൾ, മോണോസൈറ്റും ന്യൂട്രോഫിലും ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഈ മോണോസൈറ്റ് അല്ലെങ്കിൽ ന്യൂട്രോഫിലുകൾ ഈ പാത്തജൻസിനെ വിഴുങ്ങുന്നു, ആദ്യം എൻഗൾഫ് ചെയ്യുന്നു. ഇനി നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദ എൻഗൾഫ് പാത്തജൻ ഇൻ ദ മെംബ്രെയിൻ സാക്ക്. വിഴുങ്ങിയിട്ട് ഒരു മെംബ്രെയിൻ സാക്കായിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മെംബ്രെയിൻ സാക്കായിട്ട് ഇരിക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും പാത്തജൻസ് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഈ സെല്ലുകളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ലൈസോസം ഫോം ചെയ്യുന്നു. ഈ ലൈസോസം ഈ മെംബ്രെയിൻ സാക്കുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. The lysosome combines with the membrane sac and the pathogens are degenerated and destroyed by the enzymes in lysosome. ഈ ലൈസോസോമിലുള്ള ചില എൻസൈമുകളുടെ സഹായത്തോടു കൂടി ഈ പാത്തജൻസ് ശിഥിലീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഡീജനറേറ്റ് ആവുകയും നശിക്കപ്പെടുകയും ചെയ്യുന്നു, ഡിസ്ട്രോയ് ആവുകയും ചെയ്യുന്നു. ഇപ്പം വിഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഇനി അത് ഡിസ്ട്രോയ് ആവുന്നതും എങ്ങനെയാണെന്ന് നമ്മളിപ്പോ കണ്ടു. ഇപ്പോൾ പാത്തജൻസിനെ ഈ ഫാഗോസൈറ്റുകൾ എൻഗൾഫ് ചെയ്യുന്നു. എൻഗൾഫ് ചെയ്ത ഈ പാത്തജൻസിനെ ഒരു മെംബ്രെയിൻ സാക്കായി ഇവരുടെ ഉള്ളിലുണ്ട്. അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ലൈസോസം ഫോം ചെയ്യുകയും ഈ ലൈസോസം മെംബ്രെയിൻ സാക്കുമായിട്ട് കമ്പൈൻ ചെയ്ത്
പാത്തജൻസ് ഡീജനറേറ്റ് ആവുകയും ഡിസ്ട്രോയ് ആവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ് നടക്കുന്നത്. ഓക്കെ, അടുത്തതായി മറ്റൊരു ഡിഫൻസ് മെക്കാനിസം ആണ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് രക്തകട്ട പിടിക്കുന്നത് മറ്റൊരു ഡിഫൻസ് മെക്കാനിസം ആണ്, അല്ലെങ്കിൽ ഒരു പ്രതികരണ പ്രവർത്തനമാണ്. എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിംഗ് ഒരു ഡിഫൻസ് മെക്കാനിസം ആകുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇലസ്ട്രേഷൻ 5.6 ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞൊരു കോളം കാണാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫിൽ ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ്. The tissues and platelets at the site of wound degenerate to form the enzyme called thromboplastin. എപ്പോഴാണ് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്? ഒരു വൂണ്ട് ഉണ്ടായി കഴിയുമ്പോൾ അല്ലെ, ഒരു മുറിവ് സംഭവിക്കുമ്പോഴാണ് രക്തം ഒഴുകുക. ഈ രക്തമാണ് രക്തം കട്ടയാവുക. ആ കട്ടയായ രക്തമാണ് അതിനുശേഷമാണ് ആ മുറിവ് ഉണങ്ങുക. നമുക്കറിയാം. അപ്പൊ ഒരു മുറിവ് സംഭവിച്ചു കഴിയുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് അല്ലെ. അപ്പോ ഈ മുറിവ് സംഭവിച്ചു കഴിയുന്ന ആ ഒരു സ്ഥലത്തെ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും തമ്മിൽ ഡീജനറേറ്റ് ചെയ്ത് ശിഥിലീകരിക്കപ്പെട്ട് അവിടെ ഒരു എൻസൈം ഉണ്ടാകുന്നു. ആ എൻസൈമിന്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ഇപ്പൊ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞാല് വൂണ്ട് സൈറ്റിൽ, അതായത് മുറിവുണ്ടായ സ്ഥലത്ത് പ്ലേറ്റ്ലെറ്റ്സും ടിഷ്യൂസും തമ്മിൽ ഡീജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന എൻസൈം ആണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈം പ്രോത്രോംബിൻ എന്ന പ്ലാസ്മയിലുള്ള ഒരു എൻസൈമും കൂടെ ചേർന്ന്, പ്ലാസ്മയിലുള്ള മറ്റൊരു എൻസൈമാണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. ഈ പ്രോത്രോംബിനും ത്രോംബോപ്ലാസ്റ്റിനും കൂടെ ചേർന്ന് ത്രോംബിൻ എന്ന ഒരു എൻസൈം ഉണ്ടാകുന്നു. കമ്പൈൻ ചെയ്ത് ത്രോംബിൻ എന്ന ഒരു എൻസൈം ഉണ്ടാകുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാൽസ്യം ആൻഡ് വൈറ്റമിൻ കെ. കാൽസ്യത്തിന്റെയും വൈറ്റമിൻ കെയുടെയും സഹായത്തോടു കൂടി ത്രോംബോപ്ലാസ്റ്റിനും പ്ലാസ്മയിലുള്ള പ്രോത്രോംബിനും കൂടെ ചേർന്ന് ത്രോംബിൻ എന്ന എൻസൈം ഉണ്ടാകുന്നു. ഈ ത്രോംബിൻ എന്ന എൻസൈമും ഫൈബ്രിനോജനും കൂടെ കമ്പൈൻ ചെയ്ത് ഫൈബ്രിൻ ഫൈബേഴ്സ് രൂപപ്പെടുന്നു. ത്രോംബിനും ഫൈബ്രിനോജനും ചേർന്ന് ഫൈബ്രിൻ ഫൈബേഴ്സ് ഉണ്ടാകുന്നു. ഫൈബ്രിൻ ഫൈബേഴ്സ് നമുക്കറിയാം, ഫൈബേഴ്സ് എന്താണ് അല്ലെ, നൂല് പോലെ കാണുന്നതാണ് ഫൈബേഴ്സ്. അപ്പൊ അവിടെയും ഫൈബ്രിൻ ഫൈബേഴ്സ് ഉണ്ടാകുന്നു. ഇപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമായിട്ടുണ്ട്, ഫൈബ്രിൻ ഫൈബേഴ്സ് ആയി. ഇപ്പൊ ഫൈബ്രിൻ ഫൈബേഴ്സ് ആകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നത്? മുറിവുണ്ടായ സ്ഥലത്ത് ഉള്ള ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റ്സും തമ്മിൽ ഡീജനറേറ്റ് ചെയ്ത് അവിടെ എന്താണ് ഉണ്ടായത്? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈം ഉണ്ടായി. ഈ ത്രോംബോപ്ലാസ്റ്റിൻ പ്ലാസ്മയിലുള്ള എൻസൈമായ പ്രോത്രോംബിനോട് ചേർന്ന് ത്രോംബിൻ എന്ന ഒരു എൻസൈം ഉണ്ടാകുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരുടെ സഹായത്തോടു കൂടിയാണ്? കാൽസ്യത്തിന്റെയും വൈറ്റമിൻ കെയുടെയും സഹായത്തോടു കൂടി ത്രോംബിൻ എന്നൊരു എൻസൈം ഉണ്ടാകുന്നു. ഫൈബ്രിനോജനു കൂടി ഈ ത്രോംബിൻ ചേർന്ന് കമ്പൈൻ ചെയ്ത് ഫൈബ്രിൻ ഫൈബേഴ്സ് ഉണ്ടാകുന്നു. ഇനി മുറിവുണ്ടായ സ്ഥലത്തെ റെഡ് ബ്ലഡ് സെല്ലുകളും പ്ലേറ്റ്ലെറ്റ്സുകളെയൊക്കെ എൻടാങ്കിൾ ചെയ്ത് ഈ ഫൈബ്രിൻ ഫൈബേഴ്സ് ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തുന്നു. നമുക്കറിയാം എങ്ങനെയാണ് ഒരു സ്പൈഡറില് എട്ടുകാലി എങ്ങനെയാണ് ഒരു വല ഉണ്ടാക്കുന്നത്? എൻടാങ്കിൾ ചെയ്ത് അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് കൊണ്ടുപോകും, അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക്, അങ്ങനെ അങ്ങനെ കുറെ പോയാണ് അത് ഒരു നെറ്റ്വർക്ക് ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ മുറിവുണ്ടായ സ്ഥലം അല്ലെ, ആ മുറിവുണ്ടായ സ്ഥലത്തൂടെ നമുക്കറിയാം ചോര ഒഴുകും, ബ്ലഡ് ഒഴുകും, കുറെ ബ്ലഡ് ചിലപ്പോൾ പോകാം. അപ്പം ഇത് പെട്ടെന്ന് ചിലപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് മാത്രം, സെക്കൻഡുകളെക്കാളും വളരെ ചെറിയ സമയം കൊണ്ടാണ് ബ്ലഡ് ക്ലോട്ട് ആകുന്നത്. അതിന്റെ ഇടയിലാണ് ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത്, ഓരോ എൻസൈമുകൾ ഉണ്ടാകുന്നതും അവസാനം ഫൈബ്രിൻ ഫൈബേഴ്സ് ആയിട്ട് മാറുന്നത്. ഈ ഫൈബ്രിൻ ഫൈബേഴ്സ് ആണ് റെഡ് ബ്ലഡ് സെല്ലുകളെ RBCയെയും പ്ലേറ്റ്ലെറ്റ്സുകളെയും എൻടാങ്കിൾ ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തുന്നത്. ഈ നെറ്റ്വർക്ക് രൂപപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെ ബ്ലഡ് ക്ലോട്ട് ആകുന്നു. അതിലൂടെ പിന്നെ ബ്ലഡിന് പുറത്തേക്ക് പോകാൻ കഴിയാതെ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു. ബ്ലഡിന് പുറത്തേക്ക് പോകാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ് ബ്ലഡ് ക്ലോട്ട് ആവുക, രക്തം കട്ട പിടിക്കുക എന്ന് പറയുന്നത്. അവിടെ ഫൈബ്രിൻ ഫൈബേഴ്സ് കൊണ്ട് എന്തുണ്ടാക്കുന്നു? എൻടാങ്കിൾ ചെയ്തുകൊണ്ട് അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് മൂലമാണ് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നത്. ബ്ലഡ് ക്ലോട്ടിംഗ് helps to prevent bleeding and checks the entry of pathogens through wounds. ഇപ്പൊ ബ്ലഡ് ക്ലോട്ടിങ്ങിലൂടെ പ്രധാനമായും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ബ്ലഡ് കുറെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അതിന് എന്താ പറയുന്നത്? ബ്ലീഡിങ് അല്ലെ, രക്തസ്രാവം എന്ന് നമ്മൾ പറയും. അപ്പൊ കുറെ ബ്ലഡ് പോകുന്ന അനുസരിച്ച് അവിടെ ബ്ലീഡിങ് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ബ്ലീഡിങ് വളരെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്നതിലൂടെ പ്രധാനമായും രക്തം കുറെ പോകാതിരിക്കാനും, കുറച്ചൊക്കെ പോകാം, പക്ഷെ അത് കഴിഞ്ഞ പാടെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഫൈബ്രിൻ ഫൈബേഴ്സ് ഉണ്ടായി അവിടെ എന്തുണ്ടാകുന്നു? ബ്ലഡ് ക്ലോട്ട് ആകുന്നു. അതുമൂലം ബ്ലീഡിങ് സംഭവിക്കാതിരിക്കുകയും ഒപ്പം പാത്തജൻസ് ഈ വൂൺസിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്നു.
അതാണ് ഈ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന ഈ ഒരു പ്രോസസ്സിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. as blood clots the process of healing of wound also begins. ഇനി ബ്ലഡ് ക്ലോട്ട് ആയോ, അത് കഴിഞ്ഞ പാടെ ഇനി ആ ബ്ലഡ് ഉണങ്ങാനുള്ള പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഹീലിംഗ് ചെയ്യാനായിട്ട്, ആ വൂണ്ട് ഉണങ്ങാനായിട്ട്, ആ മുറിവ് ഉണങ്ങാനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ ആരംഭിക്കുന്നു. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നാമതായി ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്താണ് എന്ന് പഠിച്ചു, ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ്സ് എന്താണെന്ന് പഠിച്ചു, ബ്ലഡ് ക്ലോട്ടിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്നും മനസ്സിലാക്കി. അപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതിന്റെ കാരണം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾ പരമാവധി ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക് യു.